സഹൃദയർക്ക് സാദര നമസ്കാരം. ഈ ലഘുനാടകത്തിലെ കഥയോ കഥാപാത്രങ്ങളോ സാങ്കല്പികമല്ല. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയി ഈ കഥാപാത്രങ്ങൾക്ക് സാമ്യം തോന്നുകയാണെങ്കിൽ അത് സ്വാഭാവികം മാത്രം. 2 ദിവസം കൊണ്ട് തയ്യാറായ ഈ പരിപാടിയിൽ തെറ്റുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ക്ഷമിക്കുമല്ലോ. ടീം PR അവതരിപ്പിക്കുന്നു അധികമായാൽ അമൃതും വിഷം. നോക്കിയെ കരയുന്ന കൊച്ചു ഗ്രാമം. പ്രഭാതം പൊട്ടിവിടർന്നു. സുരേഷ് അപ്പോഴും ഗാഠനിദ്രയിലാണ്. പക്ഷേ ആ തണുത്ത പ്രഭാതത്തിലും ഉറങ്ങാതെ ഇരിക്കുന്ന 2 കണ്ണുകൾ. അയ്യോ, ഡിസ്പ്ലേ പോയി. ഞാൻ എങ്ങനെ ഇന്ന് ലെവൽ കംപ്ലീറ്റ് ചെയ്യും? ലെവലാ? എന്ത് ലെവൽ? അച്ഛൻ ഒരു കുന്തം അറിഞ്ഞുകൂടാ. ഇത് കംപ്ലീറ്റ് ആയാൽ എനിക്ക് പോയിന്റ് കിട്ടും. എന്നാൽ എനിക്ക് പുതിയ കാറും കിട്ടും. കാറൊക്കെ കിട്ടുമോ? അച്ഛൻ എല്ലാം നശിപ്പിച്ചില്ലേ? ഞാൻ ഇനി എങ്ങനെ ചാർജ് ചെയ്യും? എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കാണാതായാലും എന്ത് വിചാരിക്കും? എനിക്ക് ഫോൺ വേണം. എനിക്ക് ഫോൺ വേണം. എനിക്ക് ഫോൺ വേണം. എനിക്ക് ഫോൺ വേണം. ഹലോ. ആകെ പ്രശ്നമാടാ. നിഖിലിന് എന്ത് പറ്റി? അവന്റെ ഫോൺ കേടായി എന്ന് പറഞ്ഞു എന്തൊക്കെയോ ചെയ്യുന്നു. എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. സുരേഷേ, ഡിവൈസുകളും അവയിലെ ആപ്പുകളും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മെ പരമാവധി ആകർഷിക്കുകയും അവിടെ തന്നെ തളച്ചിടുകയും മുന്നോട്ടാണ്. ഒരു വീഡിയോ തീർന്നാൽ ഉടനടി അടുത്തത് പ്ലേ ചെയ്ത് തുടങ്ങുന്നത് കണ്ടിട്ടില്ലേ? മേ ബി നമ്മുടെ നിഖിലും അത്തരത്തിൽ ഫോണിന് അഡിക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക? എൻ്റെ പരിചയത്തിൽ നല്ലൊരു ഡോക്ടറുണ്ട്. ഞാൻ അയാളുടെ അഡ്രസ്സ് അയക്കാം. താൻ ഇതിനെയും കൊണ്ട് ഒന്ന് പോയി നോക്കൂ. മാറ്റം ഉണ്ടാകാതിരിക്കില്ല. ശരി, ഞാൻ പോയി വന്നിട്ട് വിളിക്കാം. മോനെ വാ, നമുക്ക് മൊബൈൽ നന്നാക്കാൻ പോകാം. ഇത്ര നേരത്തെ മൊബൈൽ ഷോപ്പ് തുറക്കുമോ? ആ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പാണ്. പോകുന്ന വഴിക്ക് എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. വല്ലാത്ത തലവേദന. അറ്റൻഡർ, ജോലി കാര്യങ്ങൾ പുറത്തിരിക്കണമെങ്കിൽ വിളിച്ചോളൂ. ആ ഡോക്ടറെ, ഒരാളയാളുടെ കൊച്ചിനെ കൊണ്ട് രാവിലെ തന്നെ വന്നിരിപ്പുണ്ട്. ഞാനിപ്പോൾ വിളിക്കാം. ഹലോ, ഇങ്ങ് പോരെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. പറയൂ, എന്തു പറ്റി? ഡോക്ടർ, എൻ്റെ മകനെ ഒന്ന് നോക്കൂ. ഇത് തന്നെയാണ് പ്രശ്നം. ഓക്കെ, ഞാൻ നോക്കാം. ആദ്യം താങ്കളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ കൊണ്ടുപോയി വയ്ക്കൂ. ഞാനെന്തിനാ വെക്കുന്നേ? എനിക്കല്ല പ്രശ്നം, മകനാണ്. അവനെ നോക്കൂ ഡോക്ടർ.
ദാ ഇത് തന്നെയാണ് പ്രശ്നം. എല്ലാ മാതാപിതാക്കൾക്കും മക്കളുടെ ഫോൺ ഉപയോഗം കുറയ്ക്കണം, പക്ഷെ അവർ ഊണിലും ഉറക്കത്തിലും ഫോൺ യൂസ് ചെയ്യും. ഓ, ഞാൻ വെച്ചേക്കാം. Did you keep the phone? ഇതെന്താണ് നിഖിൽ, ഫോണല്ലേ? അത് ഫിലിം കാണാൻ. അതിലല്ല, ഇത് കേടായതാ, ഞാനിത് നന്നാക്കാൻ വന്നതാ. ഓക്കെ, നമുക്കിത് നന്നാക്കാം. പിന്നെ സിനിമയും കാണാം. അതിനു മുമ്പ് തന്നെ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി, 1 മണിക്കൂർ കഴിഞ്ഞ് വരൂ. ഡോക്ടർ ഫോൺ ചെയ്യോ അതോ വാട്സപ്പ് ചെയ്യോ? 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ അത് ചെയ്താൽ പോരെ സുഹൃത്തെ. മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഫോണിനെ അനാവശ്യമായി ആശ്രയിക്കുന്നത് നിർത്തൂ. അപ്പോൾ നിങ്ങളുടെ മകൻ നന്നാവും. സോറി ഡോക്ടർ, ഞാൻ പോയി വരാം. അറ്റൻഡർ, കൺസൾട്ടിങ് ആൻഡ് തെറാപ്പി ടൈമായി. ഓരോരുത്തരെയും വിളിച്ചോളൂ. ശരി ഡോക്ടർ. ഹെഡ്ഫോൺ ശാന്തൻ ആളൊരു സംഗീത പ്രേമിയാണ്. മണിക്കൂറുകളോളം ഹെഡ്ഫോണിൽ പാട്ട് കേട്ടിരുന്ന് അതൊരു അഡിക്ഷനായി മാറി. ചെവിയുടെ പ്രശ്നങ്ങളിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കം. ഉയർന്ന ശബ്ദത്തിൽ തുടർച്ചയായി പാട്ട് കേട്ടത് കേൾവി ശക്തിയെ ബാധിച്ചു. ഹെഡ്ഫോണിന്റെ തുടർച്ചയായ ഉപയോഗം എന്തൊക്കെ അസുഖങ്ങൾക്ക് കാരണമാകുമെന്നറിയാമോ? കേൾവിക്കുറവ്, ഹൃദ്രോഗ സാധ്യത, തലവേദന, ചെവിയിലെ അണുബാധ, സമ്മർദ്ദവും ഉത്കണ്ഠയും ഇതൊക്കെ വരാനുള്ള സാധ്യതയെ കുറിച്ചാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. നിങ്ങളുടെ സാമൂഹ്യമായ ഇടപെടലുകളെ ഹെഡ്ഫോൺ ഉപയോഗം സ്വാധീനിക്കുമെന്ന് WHO രേഖപ്പെടുത്തി കഴിഞ്ഞു. ശാന്തോ, അതെ, അവിടെ പോയി നിൽക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹെഡ്ഫോണിന്റെ ഉപയോഗം സെൻസറി ഓവർലോഡിലേക്ക് നയിച്ചേക്കാം. ഓക്കെ ഡോക്ടർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അറ്റൻഡർ, അടുത്ത ആളെ വിളിച്ചേക്കാം. റീൽസ് രാജ്. ഊണിലും ഉറക്കത്തിലും ഫോൺ തോണ്ടൽ. മണിക്കൂറുകളുടെ ഫോൺ ഉപയോഗം പഠനത്തിൽ മിടുക്കനായിരുന്ന രാജ് അങ്ങനെ റീൽസ് രാജായി മാറി. റീൽസ് ചെയ്യുക, ലൈക്ക് നോക്കുക, ഇതൊക്കെ മാത്രമായി അവന്റെ ജീവിതം. കഴിഞ്ഞ ദിവസമാണ് പത്രത്തിൽ വടക്കു നിന്നുള്ളൊരു വാർത്ത വന്നത്. റീൽസ് ചെയ്യുന്നത് നടന്ന സഹോദരനെ പെൺകുട്ടി ക്രൂരമായി ആക്രമിച്ച് കഴുത്തു തിരിച്ച് കൊല്ലാൻ ശ്രമിച്ചത്രേ. എന്തായാലും നമ്മുടെ റീൽസ് രാജിന് അത്രയ്ക്കും മുത്തിട്ടില്ല. അടുത്ത ആളെ വിളിക്കണം. വൈറൽ ഗംഗ. എന്തെങ്കിലും ചെയ്ത് വൈറലാകണം എന്ന ചിന്തയായിരുന്നു ഗംഗയ്ക്ക്. ഡാൻസ് ചെയ്തു, റീൽസ് ചെയ്തു, പാവങ്ങളെ സഹായിച്ചു, എല്ലാം അപ്ലോഡ് ചെയ്ത് 100 പേർക്ക് ഷെയറും ചെയ്തു. എന്നിട്ടോ
ചേട്ടാ നല്ല വിശപ്പുണ്ടല്ലേ? വയറ് കണ്ടറിയാം. ഈ പല്ല് വെച്ചോ? നല്ല കുടുംബത്തിൽ പറഞ്ഞ കുട്ടി. താങ്ക് യു. ഹലോ ഗൈസ്, ഒന്നും കഴിക്കാനില്ലാതെ 4 ദിവസം പട്ടിണിയായ നമ്മുടെ ശാന്തൻ ചേട്ടനെ ഞാനൊരു പഴം കൊടുത്ത് സഹായിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. தினமும் ராத்திரி அவ இங்க இப்படிதான் ஆடிட்டு இருக்கா. ഡോക്ടറെ അടുത്ത ആളെ വിളിക്കാമേ. മീശ മനീഷ് തുടർച്ചയായി കണ്ണു ചിമ്മുക, ചുമലോ കയ്യോ അനക്കിക്കൊണ്ടിരിക്കുക, തലയാട്ടുക, മൂക്കും ചുണ്ടും വിറപ്പിക്കുക, മുഖം കോട്ടുക, ഒരേ വാക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുക, തൊണ്ട ശരിയാക്കുക, മുരളുക, മൂളിക്കൊണ്ടിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ടിക്ടോക്കിന് അഡിക്റ്റായ മനീഷിന് ആരംഭിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സ്വന്തം മീശ വിരിച്ച് ഫിൽറ്ററും ഇട്ട് അനാവശ്യമായ പല കാര്യങ്ങളും മനീഷ് ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായിരിക്കണം മനീഷിന് ഈ ഡി അഡിക്ഷൻ സെന്റർ. വരുന്നോ? ഒരു ടിക്ടോക്ക് ചെയ്തിട്ട് പോകാം. പോയെ കയ്യിനും കാലിനും ഇൻഷുറൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരാൾ കൂടി ഇല്ലേ? വിളിക്കൂ. ഗെയിമർ കുപ്പി. ഗെയിം കളിക്കുന്നതിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഗെയിമർ കുപ്പി. ഇതാണ് ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ അഥവാ വീഡിയോ ഗെയിം അഡിക്ഷൻ. ഇത് ഓർമ്മ, ശ്രദ്ധ, പഠനത്തിലുള്ള കഴിവ് എന്നിങ്ങനെ എല്ലാത്തിനെയും ബാധിക്കുന്നു. ഈ അവസ്ഥയിലുള്ളവർ ഗെയിം കളിക്കാതിരിക്കുമ്പോൾ വർദ്ധിച്ച ഉത്കണ്ഠ, അസ്വസ്ഥത, സമ്മർദ്ദം, ദുഃഖഭാവം എന്നിവ കാണിക്കുന്നു. ഗെയിമർ കുപ്പി. വെടി വെച്ചാൽ മതി. ഇനിതാ പുറകെ പോയി നിൽക്കുക. Okay, Captain. Guys, I'm leaving.
എടോ നിനക്കിവരിൽ ആരാണ്? എനിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലായി. എനിക്ക് എൻ്റെ അഡീഷൻ മനസ്സിലായി. എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം ഡോക്ടർ. പ്ലീസ് ഹെൽപ്പ് മീ. ഈ ഗെയിമിന് അഡിക്റ്റ് ആയാലും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അവരുടെ ബ്രെയിൻ കൺട്രോൾ മൊത്തം പോകുന്നു. ഗെയിമിൻ്റെ അവസാന ലെവൽ കഴിയും വരെ സമാധാനത്തോടെ വളരാനോ കഴിക്കാനോ നടക്കാനോ പറ്റില്ല. ഈ അവസ്ഥയാണ് നോമോഫോബിയ. അതൊരു അസുഖമാണോ? അല്ല, അതൊരു അവസ്ഥയാണ്. സെൽഫോണിൻ്റെ കൺട്രോളിലുള്ള എല്ലാവരും ഈ അവസ്ഥയിലാണ്. ഇവന്റെ ഈ പ്രശ്നം മാറില്ല ഡോക്ടറെ? യെസ്, മാറ്റാൻ പറ്റും. ഒരു 2 ആഴ്ച ഫോണില്ലാതെ ഇവിടെ താമസിക്കട്ടെ. കുറച്ച് മനുഷ്യരുമായി ഇടപഴകി. അപ്പോൾ അവർ മനസ്സിലാക്കും ശരിക്കുള്ള ജീവിതം എന്താണ്. Let him live in real world. മൊബൈലും സമാന ഡിവൈസുകളും മിതമായി മാത്രം ഉപയോഗിക്കുന്ന ജീവിതശൈലിക്ക് പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡീറ്റോക്സ്. നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മളെല്ലാവരും ഡിജിറ്റൽ ഡീറ്റോക്സ് ആണെന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാം. ഞങ്ങൾ അനാവശ്യമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. മൊബൈൽ ഫോൺ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യും. മൊബൈൽ എൻ്റെ ബുദ്ധിയെ സ്വാധീനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമസ്തേ. ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ മൊബൈൽ ഫോൺ കളിക്കുവാൻ നൽകുന്ന പ്രവണതയാണുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ലോകം മൊബൈലിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. അവരുടെ ഭാഷ കാർട്ടൂണുകളിലെ ഭാഷയായി മാറുന്നു. കുട്ടികളിൽ പലപ്പോഴും മോശമായ ചിന്തകൾ വീഡിയോസ് കുത്തിനിറക്കുന്നു. മുതിർന്നവരുടേതോ കുട്ടികളുടേതോ ആകട്ടെ, അമിത സ്ക്രീൻ ഉപയോഗം നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു. ഈ ചിന്ത നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ച ടീം PR അംഗങ്ങളെ പരിചയപ്പെടാം. ഇന്നത്തെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഡോക്ടർ രഘു ഹരിദാസ്. അച്ഛൻ സുരേഷ്. മകനായി വന്നത് നിഖിൽ. ഹെഡ്ഫോൺ ശാന്തൻ രാംദാസ്. വൈറൽ ഗംഗ രമ്യ. റീൽസ് രാജ് പവിത്രദാസ്. ഗെയിമർ കുപ്പി ശ്രീജിത്ത്. അറ്റൻഡർ ധനീഷ്. എല്ലാവർക്കും സാദര നമസ്കാരം. മീശ മനീഷ് ബിജു. കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു